ശ്രീരാമകൃഷ്ണന് ഈ പറയുന്നൊരു ന്യായമുണ്ടല്ലോ, രാഷ്ട്രീയമായ സംശയരൂപേണ ചില കാര്യങ്ങൾ പിണറായി പറഞ്ഞത് സഭാരേഖകൾ നീക്കേണ്ടതില്ല എന്ന്. പ്രതിപക്ഷം നാളെ അതുപോലെ തന്നെ രാഷ്ട്രീയ രൂപേണ സംശയമുള്ള ചില കാര്യങ്ങൾ പറയും. അത് പറഞ്ഞോട്ടെ, അത് രേഖയിൽ കിടക്കും. അതവിടെ രേഖയിൽ സ്പീക്കർക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാനുള്ള അധികാരമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്റെ പൊന്ന് അനിലെ അധികാരമോ കൊണ്ടുവരാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു റൂളിങ്ങിനെ നിങ്ങൾക്ക് നിയമസഭയ്ക്ക് പുറത്ത് ഈ ചർച്ചാവേദിയിലോ നിങ്ങൾക്ക് ഒരു റൂളിങ്ങിനെ അനിൽ അക്കര നിങ്ങളുടെ പ്രതിപക്ഷത്തിന് അത് ശരിയോ തെറ്റോ എന്നുള്ള എനിക്ക് അഭിപ്രായം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ നിലവിലുള്ള വ്യവസ്ഥകളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തിന്റെ റൂളിങ്ങിനെ ചോദ്യം ചെയ്യാനോ ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഞങ്ങൾക്ക് കേരള നിയമസഭയിൽ സ്പീക്കറെ താഴെ ഇരുത്തി അദ്ദേഹം കാര്യങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യും. നിങ്ങൾ ചോദ്യം ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഈ നാളെ ഒന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്പീക്കറുടെ മാത്രം അവകാശമാണ്. ഇതിനെ ചോദ്യം ചെയ്യുന്നത് സ്പീക്കറുടെ മേലുള്ള അവഹേളനമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രമേയം, ഒരു സബ്സ്റ്റാൻറ്റീവ് മോഷൻ, ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യാവുന്നതിനപ്പുറം നിങ്ങൾ ചെയ്യുക, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ ഒരു വലിയ അധികാരത്തോട് ചെയ്യാനുള്ള എങ്ങനെയും റൂളിങ് ചെയ്യാനുള്ള ഒരു അധികാരത്തോട് എനിക്ക് ഒരു യോജിപ്പില്ല. പക്ഷേ വേണമെങ്കിൽ അത് വേറൊരു വലിയ കാര്യമുണ്ട്. ഇപ്പം 307-ാമത്തെ വകുപ്പ് അനുസരിച്ചാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപകീർത്തിപരം, സഭ്യമല്ലാത്ത, അൺപാർലമെന്ററി ആയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്ന ഒരു കാര്യം അപകീർത്തികരമാണ്. ഒരു പ്രതിപക്ഷ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭ നടക്കുമ്പോൾ ആ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയെ വാടകയ്ക്കെടുത്തു എന്ന സംശയരൂപേണയാണ് പറഞ്ഞെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷിയെ, കോൺഗ്രസിനെ, ലീഗിനെ അടക്കമുള്ള പ്രതിപക്ഷ കക്ഷിയെ അധിക്ഷേപിക്കൽ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഹൗസിൽ ചോദിക്കാൻ പറ്റില്ല, അത് സ്പീക്കറുടെ മാത്രം അധികാരം. ശരി, നമുക്ക് ആ സ്പീക്കറുടെ അധികാരങ്ങൾ അമിതാധികാരമാകുന്നോ, അത് ജനാധിപത്യത്തെ എത്രമാത്രം പോഷിപ്പിക്കുന്നതാണ് എന്നതിലേക്കൊക്കെ സമയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, പിണറായി പറഞ്ഞതിനെ പിന്തുണയ്ക്കും, രമേശിനെ അതിൻ്റെ വിദൂര വ്യാഖ്യാനത്തെപ്പറ്റി പോലുമുള്ള ആശങ്കയാൽ എക്സ്പെൻഡ് ചെയ്ത് ആ രേഖകളിൽ നിന്ന് മായ്ച്ചു കളയുന്നു. എന്താണ് സ്പീക്കറുടെ നടപടിയുള്ള താങ്കളുടെ വിലയിരുത്തൽ? അത് ഈ സ്പീക്കർമാർ പലതരക്കാരുണ്ട്. ഇപ്പോൾ ശക്തൻ നാടാരും കഴിഞ്ഞ സഭയിൽ സ്പീക്കറായിരുന്നു, ജി കാർത്തികേയനും സ്പീക്കറായിരുന്നു. അവരുടെ പെരുമാറ്റ രീതിയിൽ അവർ റൂളിംഗ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു, വേണമെന്ന് ഓർമ്മയില്ലേ? ഇത് ഒരുപക്ഷെ VM സുധീരനെ പോലെ ഒരാളായിരുന്നു സ്പീക്കറെങ്കിൽ ഇത് ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് നീതിനിഷ്ഠമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുമായിരുന്നു. ശ്രീരാമകൃഷ്ണൻ നമുക്കറിയാം, അദ്ദേഹം CPM-ൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ മാത്രമാണ്. പരമോന്നത നേതാവായ പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് അനുസരിക്കാനല്ലാതെ ഇദ്ദേഹത്തിന് സാധിക്കുകയില്ല. പിണറായി വിജയൻ്റെ പരാമർശം സഭയിൽ നിന്ന് സഭാ നടപടിയിൽ നീക്കം ചെയ്താൽ പിന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുമോ? വീണ്ടും എന്തീ പറഞ്ഞത്? നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു വേണ്ടി ഈ പ്രശ്നങ്ങളെ സമീപിക്കാൻ. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ ഈ പ്രതിപക്ഷക്കാരുടെ കഴിവില്ലായ്മ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. സ്പീക്കർക്ക് നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്, പക്ഷേ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുമുണ്ട്. ഞാൻ വളരെ പഴയ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അനിൽ അക്കര ഇത് ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ താല്പര്യപ്പെടുന്നു. ഇത് വളരെ പഴയ കാര്യമാണ്. ശ്രീമൂലം പ്രജാ അസംബ്ലിയുടെ കാലത്ത് അന്ന് ശരിക്കും ഇരട്ടച്ചങ്ക ഉണ്ടായിരുന്ന നമ്മുടെ സാർ CP രാമസ്വാമിയർ, സജിബോത്തമൻ CP ആയിരുന്നു ഇതിൻ്റെ ഭരണാധികാരി. അദ്ദേഹം നിയമസഭയിൽ സംസാരിക്കുന്ന വേളയിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച്, അന്ന് നാഷണൽ കോൺഗ്രസ് ഇല്ല, സ്റ്റേറ്റ് കോൺഗ്രസ്സാണ്, സോ കോൾഡ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പരാമർശിച്ചു. ഇത് കേട്ട് കോൺഗ്രസ്സുകാർ പ്രകോപിതരായി ഈ പരാമർശം പിൻവലിക്കണം എന്ന് പറഞ്ഞു. അതൊരു അപകീർത്തികരമായ പരാമർശമാണ്. അപ്പോൾ ദിവാൻ അതിങ്ങനെ വ്യാഖ്യാനിച്ചു, സ്റ്റേറ്റ് കോൺഗ്രസ് കോൾഡ് സോ എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സുകാർ അവിടെ ഇരുന്നു, മിണ്ടിയില്ല. അത് കഴിഞ്ഞ് സാക്ഷാൽ പട്ടം താണുള്ള സാർ എഴുന്നേറ്റു. അദ്ദേഹം ആദ്യാവസാനം സോ കോൾഡ് ആയിരുന്നു. സോ കോൾഡ് ട്രാവൻകൂർ ദിവാൻ, സോ കോൾഡ് ഹൈനസ്, സോ കോൾഡ് പേഷ്കാർ, സോ കോൾഡ് തഹസീൽദാർ, സോ കോൾഡ് വില്ലേജ് ഓഫീസർ, സോ കോൾഡ് പ്യൂൺ. അപ്പോൾ രാമസ്വാമി അയ്യർക്ക് വയറ് നിറഞ്ഞു, പുള്ളിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ഇതാണ് സത്യത്തിൽ കോൺഗ്രസ്സുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷേ അന്ന് പട്ടം താണുള്ളായിരുന്നു, ഇവിടെ കാലിൽ കൊലുസിട്ട രമേശ് ചെന്നിത്തലയായി പോയി. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സാർ, ഇതേപോലൊരു തിരിച്ചടിയാണ് നാളെ ഇവർ പ്ലാൻ ചെയ്യുന്നത്, പ്രതിപക്ഷം. അതെ, അത് അവർ ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല, പക്ഷേ ശ്രീരാമകൃഷ്ണൻ എന്തുകൊണ്ടാണ് അമിതമായ ഉത്കണ്ഠ ഒരു കാര്യത്തിൽ മാത്രം തോന്നുന്നത്? എന്തുകൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ പ്രതിപക്ഷ നേതാവ് ഇനി വിചാരിച്ചിട്ടില്ലെങ്കിൽ പോലും അത്ര മനഃശാസ്ത്രപരമായ അപഗ്രഥനം കൂടെ നടത്തിയിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതത്തെപ്പറ്റി അവിടെ ഇരുന്ന് വിചാരം കൊള്ളുന്നതും
ഈ പറയുന്ന ജാഗ്രതയോടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും? അദ്ദേഹം പ്രതിനിധിക്കുന്ന പാർട്ടിയുടെ മുഖപത്രത്തിന് അതൊന്നുമില്ല, അതിലൊന്നും ഒരു തകരാറുമില്ല. ഇവിടെ ഒരു കൃത്രിമമായ നിയന്ത്രണം പ്രതിപക്ഷത്തിന് മേൽ സാമൂഹ്യ ഉത്കണ്ഠയുടെ അലങ്കാരപ്പണിയോടുകൂടി ശ്രീരാമകൃഷ്ണൻ നടത്തുന്നുണ്ടോ? ചോദ്യം എന്നോടാണോ? അതെ സർ. തീർച്ചയായിട്ടും ഇവിടെ ശ്രീരാമകൃഷ്ണന്റെ ഉത്കണ്ഠയുടെ കാരണം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് കാരണം. ശ്രീരാമകൃഷ്ണൻ ഒരു ഡമ്മി സ്പീക്കറാണ്, മനസ്സിലായില്ലേ? ഡമ്മി സ്പീക്കറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ റൂളിംഗ് നടത്താൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ പോലുള്ള സ്പീക്കർമാർ മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമാണ് നമുക്ക് ആകെ സമാധാനമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് അധികം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്പീക്കർക്ക് എക്സ്പെൻഡ് ചെയ്യാവുന്ന എന്ത് കാര്യങ്ങളാണ്? അൺപാർലമെൻ്ററി ആയിട്ടുള്ള പരാമർശങ്ങൾ, അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ വഴിയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ TS ജോൺ സാർ സ്പീക്കറായിരിക്കുന്ന കാലത്ത് ഒരു മെമ്പർ വേറൊരു മെമ്പറോട് പറഞ്ഞു തെമ്മാടിത്തരം പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ തെമ്മാടിത്തരം പാർലമെൻ്ററി ആണോ അല്ലയോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ജോൺ സാർ പറഞ്ഞു തെമ്മാടിത്തരം എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ആ വാക്ക് പാർലമെൻ്ററി ആണ്, അത് ഞാൻ നീക്കം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഇനി വേറൊരു ഘട്ടത്തിൽ AC ജോസഫ് സ്പീക്കറായിരിക്കുന്ന സമയത്ത് നമ്മുടെ K അനിരുദ്ധൻ, നമ്മുടെ A സമ്പത്ത് MP-യുടെ പിതാവ്, അടുത്ത കാലത്ത് അന്തരിച്ച സഖാവ് K അനിരുദ്ധൻ, അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീമതി ജ്യോതി വെങ്കടാചലത്തെ ഉദ്ദേശിച്ച് ആ തള്ള എന്ന് പരാമർശിച്ചു. അത് വിവാദപരമായി. ഈ അഹമ്മദ് മറ്റേ TM ജേക്കബൊക്കെ ചാടി എഴുന്നേറ്റ് സ്പീക്കറെ കുറിച്ച് തള്ള എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു, സാർ തള്ള എന്ന് പറയുന്നതിൽ തെറ്റായിട്ട് യാതൊന്നുമില്ല, ഞാൻ ബഹുമാനപൂർവ്വമാണ് ഈ വാക്ക് ഉപയോഗിച്ചത്, എനിക്ക് സ്പീക്കറോട് വലിയ ബഹുമാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ജോസി ചേട്ടൻ അതിന് റൂളിംഗ് കൊടുത്തത് ഇങ്ങനെയാണ്, തള്ള എന്ന വാക്ക് പാർലമെൻ്ററി ആണ്, പക്ഷേ ബഹുമാനപ്പെട്ട സ്പീക്കറെ ഉദ്ദേശിച്ച് അങ്ങനെ പറയുമ്പോൾ ഈ സഭാ നടപടിയിൽ കാണുകയില്ല എന്ന് പറഞ്ഞ് അത് എക്സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നിയമസഭാ രേഖകൾ എടുത്ത് നോക്കിയാൽ കാണാം, അവിടെ 4 നക്ഷത്ര ചിഹ്നങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ശരി, ഇത് അങ്ങനെയുള്ളതേ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു മെമ്പർ പറഞ്ഞ കാര്യം, അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രസംഗം അങ്ങനെ പാടെ എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? എന്താ അസംബന്ധമാണ് ഇത്? ശരി, ശ്രീ രാജു അബ്രഹാം, ഇവിടെ ശ്രീരാമകൃഷ്ണന്റെ നീതിബോധത്തെ സംശയിക്കേണ്ടി വരുന്ന ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ അങ്ങ് പറയണ്ടായി, പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു, മൈക്ക് കൊടുക്കുന്നു, ഏറ്റവും പിന്നിലുള്ള ആളിന് വരെ സംസാരിക്കാൻ നിങ്ങളിപ്പോ നേരത്തെ ശ്രീരാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിനു മുമ്പ് CPM-ന്റെ അത്ര അടുത്ത കാലത്ത് തന്നെ ഇരുന്ന K രാധാകൃഷ്ണൻ വളരെ ജൂനിയർ ആയിരുന്നല്ലോ. K രാധാകൃഷ്ണൻ എല്ലാവരുടെയും റെസ്പെക്ട് പിടിച്ചു പറ്റിയല്ലോ. M വിജയകുമാർ ഹാർഡ് വർക്ക് പാർട്ടി പ്രവർത്തകരായിരുന്നല്ലോ. പക്ഷേ ഇവിടെ രാജു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മൈക്ക് കൊടുക്കാൻ പറ്റുമോ സ്പീക്കർക്ക്? ഞാൻ ചോട്ടെ, കേരളത്തിലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കേരള നിയമസഭയിലെ സ്പീക്കർമാർ, അത് CPM ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, ഇത് നമുക്കൊരിതുകൊണ്ട് ഗവൺമെന്റിന്റെ ബിസിനസ് നടത്തി കൊടുക്കുക അവരുടെ ജോലിയാണ്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ, ഞാൻ എല്ലാ സ്പീക്കർമാരും അങ്ങനെ തന്നെയാണ് കേട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ സ്പീക്കർക്കെതിരായിട്ട് പ്രതിപക്ഷ അംഗങ്ങൾ പോയി പരാതി പറയേണ്ടി വരുന്നു, നിങ്ങൾ നിഷ്പക്ഷമല്ല എന്നുള്ളത്. അതാണ് ചർച്ചയ്ക്കകത്ത് വന്നൊരു പരാമർശനം സ്പീക്കർ ഒരു ഡമ്മി സ്പീക്കർ എന്ന രൂപത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ജയശങ്കർ പറഞ്ഞതാണ്. ജയശങ്കർ പറഞ്ഞു. അപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ പല സഭകളിലും അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്പീക്കർമാർ പറയുന്ന പരാമർശനം മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ സ്പീക്കർ നടത്തുകയുണ്ടായി. അപ്പം മുഖ്യമന്ത്രിയെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെടുന്ന, അല്ലെങ്കിൽ ഡമ്മിയാവുന്ന ഒരു സ്പീക്കർ അങ്ങനെ നടത്താമോ? അവിടെ മിണ്ടാതിരുന്നാൽ പോരെ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ നിയമസഭയിൽ വരുന്ന കാര്യങ്ങളിൽ അമിതമായ ഒരു ആവേശം കാണിക്കാനോ അല്ലെങ്കിൽ അതിന് വീഴ്ച കാണിക്കാനോ അതല്ല, വളരെ മാന്യമായ നിലയിൽ തന്നെ സഭയെ കൊണ്ടുപോകാൻ, ബിസിനസ് നടത്തിക്കാൻ നല്ല പരിശ്രമമാണ് അവിടെ നടത്തുന്നത്. അതിനെ നമ്മൾ ശ്ലാഘിച്ചേ മതിയാവും. ശരി, ശ്രീ PT തോമസ് സഭയിൽ സംസാരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPM-ഉം RSS-ഉമായുള്ള ബന്ധത്തെപ്പറ്റി ചിന്തയിൽ മുൻപ് EMS എഴുതുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പിന്നീട് അവിടെ ഒരു ബഹളമുണ്ടായി. അത് ഒഴിവാക്കേണ്ടതാണ് എന്ന നില വന്നു, അല്ലേ അനിൽ? അതെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് PT സ്പീക്കറോട് പറയുന്നുണ്ട്, ഞാൻ ആ രേഖകൾ സഹിതം സഭയിൽ വെക്കാം, ഇത് വെറുമൊരു ആക്ഷേപമല്ല. സംശയരൂപേണ പറഞ്ഞ കാര്യത്തിന് പോലും രേഖയിൽ ഇപ്പോൾ ഇടം കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, ആധികാരികമായി തന്നെ രേഖകളുടെ തന്നെ പിൻബലത്തോടെ പറയാമെന്ന് പറഞ്ഞു. പല നാളുകളിലായി അത് നീക്കി കൊണ്ടുപോവുകയാണ്. ശ്രീ രാജു, കാര്യം കൂടി